ശ്രീ മഹാദേവി നമ. നമസ്കാരം. ശ്രീമദ് ദേവീ നാരായണീയം ദശകം 32 വർണ്ണിക്കുകയാണ്. പുരാസുരാവർഷശതം രണേഷു നിരന്തരേഷു ത്വദനുഗ്രഹേണ വിജിത്യ ദൈത്യാൻ ജനനീമപി ത്വാം വിസ്മൃത്യ തൃപ്താ നിതരാം ബഭൂവു. ആ ജഗദംബിക ദേവന്മാരുടെ എല്ലാം അഹങ്കാരത്തെ കളഞ്ഞ് അവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. വളരെ കാലം നീണ്ടുനിന്ന ഒരു ദേവാസുര യുദ്ധം. ആ യുദ്ധത്തിനൊടുവിൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവന്മാരൊക്കെ വിജയിച്ചു. എന്നാൽ തങ്ങൾ സ്വന്തം കഴിവ് കൊണ്ടാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്ന് ദേവന്മാർ കരുതുകയും അവർ വല്ലാതെ അഹങ്കരിക്കുകയും ചെയ്തു. മയൈവ ദൈത്യാബലവത്തരേണ ഹതാന ചാന്യേരിതി ശക്രമുഖ്യ ദേവാ അഭൂവന്നരിതർപ്പവന്ത ത്വം ദേവി ശാന്തകുരുഷേ സ്മ ഹാസം. ദേവന്മാരുടെ അഹങ്കാരം ഓരോ ദേവനും എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അസുരന്മാരെ ജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അവരാവട്ടെ ഓരോ ആപത്ത് വരുമ്പോഴും ഓരോ ആപൽഘട്ടത്തിലും ഞങ്ങളെ സംരക്ഷിച്ചത് സർവശക്തി സ്വരൂപിണിയാണ്, ആ ദേവി തന്നെയാണ് എന്നുള്ളതിനെ മറന്നു. ദേവന്മാരുടെ ഈയൊരു അവസ്ഥ കണ്ട് ദേവി മന്ദഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം ദേവന്മാരിലെ അഹങ്കാരമാണ് അവരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അത് ആ മഹാമായയ്ക്ക് അറിയാം. തച്ചിത്തദർപ്പാസുരനാശനായ തേജോമയം വ്യക്ഷപവൃദ്ധധാന ത്വം നാദിദൂരേ സ്വയമാവിരാസി ത്വാം വാസവാദ്യാദൃശു സുരൗഖ. എന്നും ദേവദ്രോഹികളായിട്ടുള്ള അസുരന്മാർ, ആ അസുരന്മാർ നാമാവശേഷരായി ദേവന്മാരുടെ മനസ്സിൽ അഹങ്കാര രൂപത്തിൽ ആ അസുരൻ പ്രബലമായി തീരുകയാണ്. അപ്പൊ ദേവിയാണ് എപ്പോഴും അസുര നിഗ്രഹം ചെയ്യുന്നത്. ആ ദേവി തന്നെ ഒരു തേജോരൂപത്തിൽ, ഒരു യക്ഷരൂപത്തിൽ ദേവന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് ദേവന്മാർ ഈ ഭൂതത്തെ കണ്ട്, ഈ തേജസ്സിനെ കണ്ട് അവർ പലതും ചിന്തിച്ചു. സദ്യക്കിലാശങ്ക്യതൈ ഇദം കിം മായാസുരീ വേദി തതോ മഖോന അഗ്നിർനിയുക്തോ ഭവതീമവാപ്ത പൃഷ്ടസ്ത്വയാ കോസി കുതോസി ചേതി. ഈ ദിവ്യ തേജസ്സിനെ കണ്ട് ദേവന്മാർ സംശയിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ആസുരീകമായാവുമോ? ഇത് ആരാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മുൻപിൽ ഇത് ആവിർഭവിച്ചിട്ടുള്ളത് എന്നെല്ലാം അറിയാൻ വേണ്ടി ദേവേന്ദ്രൻ ആദ്യം നിയോഗിച്ചത് അഗ്നിദേവനെയാണ്. അപ്പോൾ അഗ്നിക്കും ഒരു ഭാവം ഉണ്ട്, മറ്റാർക്കും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ദേവേന്ദ്രൻ എന്നെ നിയോഗിച്ചത്. അങ്ങനെയെല്ലാം കരുതിക്കൊണ്ടാണ് അഗ്നി ആ ദിവ്യ തേജസ്സിൻ്റെ മുന്നിൽ എത്തുന്നു.
അപ്പോൾ ആ യക്ഷസ്വരൂപി ചോദിക്കുകയാണ്, നീ ആരാണ്, എവിടെ നിന്ന് വരുന്നു? സചാഹ സർവൈ വിദിതോഗ്നി അസ്മി മയ്യേവ തിഷ്ടത്യഖിലം ജഗച്ച ശക്നോമി ദഗ്ധും സകലം ഹവിർഭും മദ്വീജ്യതോ ദൈത്യഗണാജിതാശ്ച. അഗ്നി മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. ലോകത്തിനെ മുഴുവനും ദഹിപ്പിക്കാൻ പോന്ന അഗ്നിയാണ് ഞാൻ. യജ്ഞാദികളിൽ ഹോമകുണ്ഡങ്ങളിൽ സമർപ്പിക്കുന്ന, അഗ്നിയിൽ സമർപ്പിക്കുന്ന ഹവിസിനെ സ്വീകരിക്കുന്നത് ഞാനാണ്. എനിക്ക് സർവഭക്ഷകൻ എന്നൊരു പേരുണ്ട്. എൻ്റെ ശക്തി കൊണ്ട് ഏതൊരു അസുര സംഘത്തെയും എനിക്ക് തോൽപ്പിക്കാൻ കഴിയും എന്നെല്ലാമാണ് തൻ്റെ കഴിവുകളെക്കുറിച്ച് അഗ്നി ഈ യക്ഷസ്വരൂപിയോട് പറയുന്നത്. ഇതീരിതാ ശുഷ്കതൃണം ത്വമേകം പുരോനിധായാദ്ധ ദഹൈരദാശു ഏവം ജ്വലന്നഗ്നിരിതം ച ദഗ്ധും കുർവൻ പ്രയത്നം ന ശശാകമത്ത. ഏതൊന്നിനെയും ദഹിപ്പിക്കാൻ തനിക്ക് കഴിയും എന്നാണ് അഗ്നി പറഞ്ഞത്. അതുകൊണ്ട് ഇതൊന്ന് ദഹിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉണങ്ങിയ പുൽനാമ്പ്, ഒരു പുൽക്കൊടിയാണ് മുൻപിൽ കാണിച്ചു കൊടുത്തത്. അങ്ങനെ തൻ്റെ മുൻപിൽ കാണപ്പെടുന്ന ആ ഉണങ്ങിയ പുല്ലിനെ ദഹിപ്പിക്കാൻ വേണ്ടി അഗ്നി ജ്വലിച്ചു, ആളി കത്തി. എന്നാൽ ആ പുല്ലിൻ്റെ തലപ്പിനെ പോലും ഒന്ന് ദഹിപ്പിക്കാൻ അഗ്നിക്ക് കഴിഞ്ഞില്ല. സ നഷ്ടകരുവ സഹസാ നിവൃത്ത തതോ നിലോ വജ്രഭൃതാ നിയുക്ത ത്വം പ്രാപ്തവാൻ അഗ്നിവദേവ പൃഷ്ടോ ദേവി സ്വമാഹാത്മ്യവജോ ബഭാഷേ. അഗ്നിയുടെ അഹങ്കാരം ശമിച്ചു. ആ അഗ്നിദേവന് തൻ്റെ മുൻപിൽ കാണപ്പെട്ടതായ ആ ഒരു പുൽക്കൊടിയെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുൻപിൽ കാണപ്പെട്ടതായ തേജസ്, ദിവ്യ തേജസ് ആരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ പരാജയപ്പെട്ട അഗ്നി മടങ്ങിപ്പോന്നു. അടുത്തതായിട്ട് ദേവേന്ദ്രൻ വായു ഭഗവാനെ നിയോഗിക്കുകയാണ്, വായുദേവനെ. അങ്ങനെ വായുവും ഈ ഭൂതത്തിൻ്റെ മുന്നിൽ, ഈ യക്ഷസ്വരൂപിയുടെ മുന്നിലെത്തി. അതേ ചോദ്യം വായുവിനോടും ആവർത്തിച്ചു, നീ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്? ആ ചോദ്യങ്ങളെല്ലാം കേട്ട് വായുദേവനും മറുപടി പറയുകയാണ്. മാമദരിശ്വാനമവേഹി സർവേ വ്യാപാരബന്ധോ ഹി മയൈവ ജീവാ ന പ്രാണിന സന്തി മയാമിനാ ച ഗൃഹാമി സർവം ചലയാമി വിശ്വം. അഹങ്കാരത്തോടു കൂടിയിട്ടാണ് വായു മറുപടി പറയാൻ ആരംഭിച്ചത്. ഞാനുള്ളത് കൊണ്ടാണ് ഈ ജീവജാലങ്ങൾക്കൊക്കെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയുന്നത്. സകലതിൻ്റെയും പ്രാണശക്തി ഞാനാണ്. ഏതൊന്നിനെയും ഗ്രഹിക്കാൻ കഴിയും, ഏതൊന്നിനെയും ചലിപ്പിക്കാൻ കഴിയും, ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിയും. എൻ്റെ ശക്തിയെ തടുക്കാൻ ആർക്കും ആവില്ല. ഇങ്ങനെയെല്ലാം ആ വായുവും തൻ്റെ കഴിവുകളെക്കുറിച്ച് പറയാൻ തുടങ്ങി. ആ വായുവിൻ്റെ മുന്നിലും
ആദ്യം അഗ്നിയുടെ മുന്നിൽ കൊടുത്തതുപോലെ ആ ഒരു പുൽക്കൊടിയെ വയ്ക്കുകയാണ്. ഇത്യുക്തമാകണ്യതൃണം തദേവ പ്രദശ്യ ചൈതച്ചലയേത്യഭാണി പ്രഭഞ്ജനസ്തത് സജകർമ്മ കർത്തു അശക്ത ഏവാസ്തമതോ നിവൃത്ത. വായുവിന്റെ വാക്കുകളെ കേട്ട്, ആത്മപ്രശംസയെ കേട്ട് മുന്നേ പോലെ അഗ്നിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അതേ പുൽക്കൊടി ഈ വായുവിന്റെ മുന്നിലും വെച്ചു. ഇതിനെ ഒന്ന് ചലിപ്പിക്കൂ എന്ന് നിർദ്ദേശിക്കുകയാണ്. തന്റെ സർവശക്തിയും വായു പ്രയോഗിച്ചു. കൊടുങ്കാറ്റ് വീശി നോക്കി, പക്ഷേ ആ പുൽനാമ്പിനെ ഒന്ന് ചലിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഏതൊന്നിനെയും ചലിപ്പിക്കാൻ കഴിയും, ഏതൊന്നിനെയും ഇളക്കാൻ കഴിയും, ഗ്രഹിക്കാൻ കഴിയുമെന്നൊക്കെ അഹങ്കരിച്ചതായ വായുവിന്റെ അഹങ്കാരം നശിച്ചു. അങ്ങനെ വായുദേവനും മടങ്ങിപ്പോന്നു. അഥാദിമാനി ശതമന്യുരന്തരഗ്നിം ച വായും ച ഹസന്നവാപ ത്വാം യക്ഷരൂപാം സഹസാതിരോഭൂ സോദഹ്യതാന്ത സ്വലഘുത്വഭീത്യ. ഈ വായുവിന്റെയും അഗ്നിയുടെയും എല്ലാ ദേവന്മാരുടെയും നാഥനാണ് ഇന്ദ്രൻ. ഏറ്റവും കൂടുതൽ അഹങ്കാരം ഇന്ദ്രനാണ്. ആരാണ് ഈ യക്ഷസ്വരൂപിയായി ഈ ഭൂതമായി നിൽക്കുന്നത് എന്ന് അറിയുവാൻ അഗ്നിക്കോ വായുവിനോ കഴിഞ്ഞില്ല. അപ്പൊ അവരെ ഉള്ളിൽ പരിഹസിച്ചുകൊണ്ടാണ്, ഒന്നിനും കൊള്ളരുതാത്തവരാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ഇന്ദ്രൻ തന്നെ ആ തേജസ്സിനെ സമീപിക്കുകയാണ്. പെട്ടെന്ന് ആ തേജസ് അവിടെ അന്തർധാനം ചെയ്യപ്പെട്ടു. അഗ്നിക്കും വായുവിനും കാണുവാനും സംവദിക്കുവാനും സാധിച്ചുവെങ്കിൽ ഇന്ദ്രന് അത്ര പോലും സാധ്യമായില്ല. ഒരുപക്ഷെ താൻ അവരെക്കാൾ ചെറുതായി എന്ന് തോന്നി. ഇപ്പൊ ദേവന്മാർ തന്നെപ്പറ്റി എന്തൊക്കെയാവും ഇനി പറയുക? തൻ്റെ യശസ് മുഴുവൻ നഷ്ടമായി, താൻ ചെറുതായി പോയി മറ്റുള്ളവരുടെ മുന്നിൽ. ഇങ്ങനെയെല്ലാം ചിന്തിക്കുകയാണ് ഇന്ദ്രൻ. അധശ്രുതാകാശവചോനുസാരി ഹ്രീംകാരമന്ത്രം സചിരായ ജപ്ത്വാ പശ്യന്നു മാം ത്വാം കരുണാശ്രുനേത്രാം നനാമ ഭക്തിയാ ശിഥിലാഭിമാന. ഇന്ദ്രന്റെ അഹങ്കാരവും ഇല്ലാതെ ആവുകയാണ്. അപ്പോഴാണ് ഒരു അശരീരി കേട്ടത്, മായാബീജത്തെ ജപിക്കൂ. അങ്ങനെ ദേവേന്ദ്രൻ വളരെ കാലം ആ ഭുവനേശ്വരി ബീജമായിട്ടുള്ള ഹ്രീം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ദേവിയെ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്തു. ദേവി ഹിമവൽ പുത്രി രൂപേണ ദേവേന്ദ്രന് ദർശനം നൽകി. തൻ്റെ അഹന്തയെല്ലാം കളഞ്ഞ് ഇന്ദ്രൻ ഭക്തിയോടുകൂടിയിട്ട് ദേവിയെ നമസ്കരിക്കുന്നു. ജ്ഞാനം പരം ത്വന്മുഖദസ്സലബ്ധ്വാ കൃതാഞ്ജലിർ നമ്രശിരാ നിവൃത്ത സർവാമരേഭ്യ പ്രദദൗ തതസ്തേ സർവം ത്വദിച്ഛാവശകം വ്യജാനൻ. ആ ദേവിയെ ദേവേന്ദ്രൻ സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു. ദേവി
ഇന്ദ്രന് ജ്ഞാനോപദേശത്തെ നൽകി. ത്രിമൂർത്തികൾ പോലും ഗുണമയന്മാരാണ്, ഗുണാതീതയായിട്ട് ദേവി മാത്രമേ ഉള്ളൂ എന്നും ഇന്ദ്രന് ബോധ്യപ്പെട്ടു. ആ പരാശക്തിയുടെ ഇച്ഛ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അഗ്നി ജ്വലിക്കുന്നതും കാറ്റു വീശുന്നതും ഒക്കെ ശക്തിയുടെ സങ്കല്പമാണ്, ദേവിയുടെ അനുഗ്രഹമാണ്. ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ദേവന്മാർക്ക് അസുരന്മാരെ ജയിക്കാൻ കഴിഞ്ഞത്. അതെല്ലാം ബോധ്യപ്പെട്ടതായിട്ടുള്ള ദേവേന്ദ്രൻ തൻ്റെ തെറ്റു മനസ്സിലാക്കി ആ ജഗദംബികയെ സ്തുതിച്ചുകൊണ്ട് അനുഗ്രഹം നേടി മടങ്ങി വന്നു. തനിക്ക് പകർന്നു ലഭിച്ചതായിട്ടുള്ള ജ്ഞാനം മറ്റു ദേവന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. അഹങ്കാരവും രാഗദ്വേഷങ്ങളെല്ലാം വെടിഞ്ഞ് എല്ലാ ദേവന്മാരും ദേവിയെ ആരാധിക്കുന്നു. തദസുര ദംഭവിമുക്തിമാവുർഭവന്തു മർത്യാശ്ച വിനമ്രശീർഷാഃ അന്യോന്യസാഹായ്യകരാശ്ച സർവേ മാ യുദ്ധവാർത്ത ഭുവനത്രയേസ്തു. ദുരഭിമാനമെല്ലാം കളഞ്ഞ് ദേവീഭജനം ചെയ്ത് ആ ദേവന്മാർ വസിക്കുന്നു. ഭൂമിയിൽ മനുഷ്യരും ഇതുപോലെ ആയിരുന്നുവെങ്കിൽ എന്നിവിടെ ഭാവന ചെയ്യുകയാണ് സ്തോത്രകാരൻ. തൻ്റെ ഒരു ആഗ്രഹത്തെ സമർപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ എല്ലാവരും, മനുഷ്യരെല്ലാവരും വിനയാന്വിതരായി തീരട്ടെ, പരസ്പരം സഹായിക്കുന്നവരായി തീരട്ടെ, എവിടെയും യുദ്ധത്തിൻ്റെ വർത്തമാനം ഇല്ലാതിരിക്കട്ടെ, യുദ്ധവാർത്ത കേൾക്കാതിരിക്കട്ടെ. ത്വദിച്ഛയാ സൂര്യശശാങ്കവഹ്നി വായുവാദയോ ദേവി സുരാസ്വകാനി കർമാണി കുർവന്തി നതേ സ്വതന്ത്ര തു മഹാനുഭാവേ. ദേവി ഒഴികെ മറ്റാരും സ്വതന്ത്രരല്ല. ഏതേരത്ത് ആരെല്ലാം കർമ്മങ്ങളെ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആ ജഗദംബിക തന്നെയാണ്. ആ സംഗതിയെ മറ്റുള്ളവർ അംഗീകരിച്ചേ പറ്റൂ. അവനവന് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് സ്വതന്ത്രത എന്ന് പറയുക. അത് ദേവിക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ദേവി പ്രഭാവം. ഓരോരുത്തർക്കും വേണ്ടത് അതാത് സമയത്ത് എത്തിച്ചു തരുന്നത് ദേവി കാരുണ്യമാണ്. നമുക്ക് ആ ദേവിയുടെ കാരുണ്യം ലഭിക്കണം. നാം ദേവിയുടെ കരുണയ്ക്ക് പാത്രീഭവിക്കണം. അതിനുവേണ്ടി ആ ദേവിയെ പ്രണമിക്കുന്നു. ഇവിടുത്തെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ 32-ാം ദശകത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവീ നമഃ.